സ്ഥലമുണ്ടല്ലോ. എവിടെ വെച്ചാ അത് 1980 നമ്പ്യാരി സാർ അടൂർ. നമ്പ്യാരി അല്ലേ? ഇവിടെ ശാന്തിവിള. സീതത്തോട് നാരായണമുള്ള ഉണ്ടോ? എന്റെ അജന്ത നാരായണ ചേട്ടൻ. ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അന്ന് കണ്ടിട്ട് അന്ന് പയ്യനാണ്. രാജശേഖരൻ ചേട്ടൻ തീരെ പയ്യനാണ്. ഇവൻ രാജശേഖരൻ വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഉള്ളൊരു പയ്യൻ കയറി വന്നു. 5 കയറി. 30 വയസ്സ്. 33. എനിക്കന്ന് 30 വയസ്സ്. എനിക്ക് 34. അന്നോ? അല്ലല്ല, അതെങ്ങനെ ശരിയാണ്. അച്ഛൻ ഇപ്പൊ 88 വയസ്സില്ലയോ? അച്ഛന് 88 ഇപ്പൊ ഇല്ലയോ? അന്ന് എത്ര വയസ്സാ അച്ഛന്? രാജശേഖരൻ ചേട്ടനേക്കാള ഇപ്പൊ രാജശേഖരൻ ചേട്ടൻ ഇപ്പൊ 73 വയസ്സ്, അച്ഛൻ 88. 15 വയസ്സുള്ള വ്യത്യാസമുണ്ട്. 45 വയസ്സ്. അന്ന് 45 വയസ്സുണ്ട് അച്ഛന്. അന്ന് മാഷായിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന സമയമാണ്. സ്കൂളിലെ പിള്ളേരെയൊക്കെ തല്ലി ശരിപ്പെടുത്തി. അല്ലേ? ശരിയല്ലയോ? നമ്പ്യാരി സാർ അടൂരിന്ന്, ശശികുമാർ അടൂര്. ആറന്മുളയിൽ നിന്ന് അജന്ത നാരായണൻ. ഞാൻ പറയാം. പിന്നെ തിരുവല്ലായിന്ന് ഉണ്ടായിരുന്നത്. ചെങ്ങന്നൂരിന്ന് എൻ കൃഷ്ണേട്ടൻ. കൃഷ്ണൻ ചേട്ടൻ അന്ന് പിന്നെ പ്രചാരകൻ. അന്ന് ജില്ലാ പ്രചാരകൻ. അല്ല, കൃഷ്ണൻ ചേട്ടൻ ആദ്യം താലൂക്ക് പ്രചാരകല്ല. കൃഷ്ണൻകുട്ടി ചേട്ടൻ. കൃഷ്ണൻകുട്ടി ചേട്ടൻ റാന്നിയിൽ താലൂക്ക് പ്രചാരകൻ. പിന്നെയുള്ള ഓർമ്മകൾ വല്ലതും ഉണ്ടോ അച്ഛാ? പഴയ അതിനുശേഷം ഞാൻ BMS വന്നു. അത് എത്രയോ വർഷത്തിന് ശേഷം. അതെത്രയോ കഴിഞ്ഞു. നിലയ്ക്കൽ സമരത്തിനെ പറ്റി പറഞ്ഞു. മെഡിക്കൽ സമരം വെടിവെപ്പൊക്കെ ഉണ്ടായിരുന്നു. വെടിവെപ്പ് ഞാൻ വന്നിട്ട് ഇവിടെ ഏതാണ്ട് അത്യാവശ്യമായ കാര്യമുണ്ട്. പത്തനംതിട്ട ടൗണിൽ ഒരു പ്രകടനം സമ്മേളനം ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നത്. സന്യാസിമാരും എല്ലാം കൂടെ ഇവിടെ വന്നില്ല. നമ്മളവിടെ കാശി മഠാധിപതിയും കൊണ്ട് പോയി. കാശി മഠാധിപതി വന്ന ഓർമ്മയില്ലേ? പിന്നെ കാശി മഠാധിപതിയെ സ്വീകരിച്ചത് ഇവിടെ പന്തളം അടൂർ. ഹലോ പിതാമഹൻ പിതാവ്. അടുത്ത തലമുറ ഞാനെന്താ പറയുന്നത്? പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും, കേക്കട്ടെ. പഴയ പ്രസംഗങ്ങൾ വല്ല ഓർമ്മയുണ്ടോ? സുന്ദരം പ്രസംഗല്ലേ? എന്താ അടിച്ച് കസറി. ബാലകൃഷ്ണന്റെ ഒക്കെ
കൊത്തി അരിഞ്ഞ് നമ്പ്യാരി സാറിന് ഓർമ്മയുണ്ടോ? നമ്പ്യാരി സാർ അടൂര് പിന്നെ പറക്കോട് പറക്കോട് തോന്നിന്ന് ഒരാളുണ്ടായിരുന്നല്ലോ. പിന്നെ സീനത്തോട് രാധാകൃഷ്ണൻ വിആർ പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് പിന്നെ മസൂദൻ സാറ് ആ മരിച്ചുപോയി. ദാമോദരൻ പിള്ള, ദാമോദരൻ പിള്ള, മല്ലാരപ്പുഴ. പഴയ കാര്യങ്ങളൊക്കെ എഴുതാൻ മേലെ എഴുതാൻ അച്ഛൻ നടന്നില്ല. ഞാൻ ഇടയ്ക്ക് ചില വീഡിയോകളൊക്കെ എടുക്കുമായിരുന്നു. പറയുന്നു. പറഞ്ഞത്. ആ ഇല്ല. ആ ഇതിലൊന്ന് ഓർത്താ കിട്ടും. നമ്മൾ ഒരുമിച്ച് വിഷുവിന് പോയ ഓർമ്മയുണ്ടോ? നിലയ്ക്കൽ. ആ ആദ്യം അങ്ങോട്ടേക്ക് കയറുന്നത് വിഷുവിനാണ്. മാർച്ച് 24 കുരിശ്, ഏപ്രിൽ 14 വിഷുവിനാണ്. അതുവരെ നിരോധനാജ്ഞയായിരുന്നു അത്. ഇപ്പൊ അതിനുള്ള ധൈര്യമില്ലല്ലോ. നമ്മൾ അനങ്ങാത്ത ഇങ്ങനെ ഇതുപോലെ കൊണ്ട് കുരിശോക്ക് നിലപാടുന്നുണ്ട്. അതോടുകൂടി എല്ലാം തീർന്നു, സെറ്റിൽ ചെയ്തു. മറ്റേ ഇങ്ങനെ കാണുന്ന സ്ഥലത്തൊക്കെ കയറ്റി വെക്കില്ല. അല്ല, ഇപ്പോഴും ഉണ്ട്. പാഞ്ചാലിമേട്ടിലെല്ലാം കുറിച്ച് വെച്ചേക്കില്ലേ? അത് തന്നെ അതെ, അതിന്റെ സൂത്രത്തില് പതിച്ചു കൊടുത്തു. അത് കുടിയേറ്റക്കാര് കർഷകരെ കൊണ്ടൊക്കെ അത് കാണിച്ചായിരുന്നു നമ്മൾ കയ്യേറ്റങ്ങൾക്കെതിരെ ഉണ്ടായത്. കാശി മഠാധിപതിയുടെ കൂടെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു. കാശിമഠാധിപതി മഠാധിപതിയുടെ കൂടെയായിരുന്നു. സാറ് ഇവിടെ റാന്നി, പന്തളം, ചെങ്ങന്നൂർ, പത്തനംതിട്ട, വാഴമുട്ടും ആശ്രമത്തിലായിരുന്നു ക്യാമ്പ്. അതെ. നല്ല ഇംഗ്ലീഷ്. അതെ. ഇന്ന് ട്രാൻസ്ലേഷൻ ഇന്ന് പരിഭാഷപ്പെടുത്തിയ ഓയ്മ സാർ അല്ലേ? ഓയ്മ സാറായിരുന്നു. അല്ലേ, നരേന്ദ്രഭൂഷൺ. മതി സാറുണ്ട്. 92 വയസ്സായി. OM മാത്യു എന്നൊക്കെ. OM മാത്യു. PM മാത്യു പത്തനംതിട്ടക്കാരൻ. അതെ PM മാത്യു സാറും മരിച്ചു. ഓയ്മ സാർ പിന്നെ ചെന്നൈയിലാണ്. അവന്റെ കൂടെ വയ്യ. എത്ര വയസ്സാ? 90. കരുണാകരൻ ഈസ് എ ഡോഗ്. കാശിമഠാധി പറഞ്ഞു. പത്തനംതിട്ട. കരുണാകരൻ ഈസ് എ ഡോഗ്. എന്താ ട്രാൻസ്ലേറ്റ് ചെയ്ത്? അത് പരിഭാഷപ്പെടുത്തി എങ്ങനെയാണ്? ഓർമ്മയുണ്ട്? കരുണാകരൻ ഈസ് എ ഡോഗ് എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രഭൂഷൺ അത് അതേപോലെ പട്ടിയാന്ന് പറയാനൊരു മടി. ഇവന് വാലാട്ടിയാണ്. അപ്പൊ പറഞ്ഞു നോ 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 ഈസ് എ ഡോഗ്. തിരുത്തി
ഇവർക്ക് കൂടെ ഉണ്ടായിരുന്നു, ജയ ഇരിപ്പുണ്ടായിരുന്നു. ഏ ജയ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ ഞാൻ പഴയ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പഴയ ഫോട്ടോ പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് എന്തിയാ അറിയത്തില്ല. അമ്മയുടെ കയ്യിലുണ്ട്. ഫോട്ടോ ഒക്കെ ഒന്ന് തപ്പിയിടുന്നുണ്ട്. ആ ആ ചേട്ടൻ വന്നില്ലേ? കൃഷ്ണൻകുട്ടി ചേട്ടൻ വന്നില്ല. കൃഷ്ണൻ ചേട്ടൻ വന്നു. കൃഷ്ണൻ ചേട്ടൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ചേട്ടനോട് ചോദിച്ചാൽ അറിയാം പഴയ കാര്യം. ചേട്ടനെ ഇപ്പൊ ഓർമ്മ കുറവെന്നാ പറഞ്ഞു. എന്ത് ചോദിച്ചാലും പറയും ഞാൻ ഓർക്കുന്നില്ലെന്ന്. പക്ഷെ പഴയ ആൾക്കാരെ എല്ലാം കൃഷ്ണൻ ചേട്ടൻ അറിയാം. കൃഷ്ണൻ ചേട്ടനും ഇവിടെ കൂടിയാണ് ആദ്യം ജീപ്പിലവിടെ വരുന്നത്. ഇലക്ക് ആദ്യം ഈ വിവരം അറിഞ്ഞു അന്വേഷിക്കാൻ പോലീസ് കിടത്തി വിട്ടില്ല. പോലീസ് കിടത്തി തിരിച്ചു കൊടുത്തു. ജീപ്പില് കൃഷ്ണൻകുട്ടി ചേട്ടനും അന്ന് കൃഷ്ണൻകുട്ടി ചേട്ടൻ റാന്നി താലൂക്ക് പ്രകാരം താലൂക്ക് വന്നു നീണ്ടു കിടക്കുകയായിരുന്നു. റാന്നിയുടെ കൂടെ അയിരൂര് അങ്ങ് കിടക്കും. ആറന്മുളയ്ക്ക് റാന്നിയായിരുന്നു. ശാന്തിയോടെ എല്ലാവരും വന്നു. ജില്ലാ പ്രസിഡന്റ് സേതുനോട് നാരായണപുരം ഉണ്ടായിരുന്നു. CPI വന്നോ അന്ന്. എന്താ ഇത് ആറന്മുള സീതത്തോടൊരു നാരായണപുരം CPI എന്ന് പറഞ്ഞാൽ